എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ്. ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന രണ്ട് കാരണങ്ങൾ. വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ റോഡ് സൈഡിൽ ഇരുന്ന് ടാറ്റു ചെയ്യുന്ന ഒരുപാട് ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ടാറ്റു ചെയ്തിട്ട് ഇനി ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്തിരി ഭംഗികേടായിട്ടിരിക്കുന്ന ടാറ്റൂസ് ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് കണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. കാരണം ഇങ്ങനെ ചെയ്യുന്ന ടാറ്റൂവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ഭീമാകാരമായ അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ വന്നു ചേരുന്നുണ്ട്. അത് എന്താണെന്നും അതിനെക്കുറിച്ച് വിവരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. മാക്സിമം അപ്പോൾ നിങ്ങളത് കണ്ടതിന് ശേഷം ഷെയർ ചെയ്യാൻ, എല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ടാറ്റു ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ പോയി ടാറ്റു ചെയ്താലും എവിടെ പോയി ടാറ്റു ചെയ്താലും അത് വളരെ സേഫായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ കുടുംബത്തിലേക്കായാലും നാട്ടുകാരിലേക്കായാലും വളരെ നല്ല കാര്യമായിരിക്കും. അല്ലാതെ നമ്മളറിയാതെ തന്നെ വലിയൊരു ഭീമാകരമായൊരു അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തി വയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എവിടെ ടാറ്റു ചെയ്താലും അത് വളരെ സേഫായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാറ്റു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ മാക്സിമം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് മീൻസ് നീഡിലായാലും ടിപ്പായാലും ഇങ്ക് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കണ്ടോ? ഇങ്ക് കപ്പ്, ടാറ്റു നീഡിൽ പ്ലസ് ടാറ്റു ടിപ്പാണ്. ഇതെല്ലാം തന്നെ അവർ ഡിസ്പോസിബിളായി യൂസ് ചെയ്യും. അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഹാൻഡ് ഗ്ലൗസ് ഇതെല്ലാം തന്നെ ഡിസ്പോസിബിളായിരിക്കും. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. എന്നാലും അത് വളരെ സേഫായിരിക്കും. ഒരു പുറത്ത് ഇപ്പോൾ റോഡ് സൈഡിലിരുന്ന് ടാറ്റു ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നീഡിൽ ചേഞ്ച് ചെയ്യുമായിരിക്കും. പക്ഷേ നീഡിൽ മാത്രമല്ല ചേഞ്ച് ചെയ്യേണ്ടത്, അത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു നീഡിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മെഷീനൊക്കെ ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും, അത് ഇമ്പോർട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ റേറ്റും കൂടുതൽ തന്നെ ആയിരിക്കും. ഈ റോഡ് സൈഡിലിരുന്ന് ടാറ്റു ചെയ്യുന്ന ഒരാൾ നീഡിൽ ചേഞ്ച് ചെയ്താലും അവർ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ടിപ്പ്, അതായത് ഇത് ടിപ്പാണ്, കാണാൻ പറ്റുന്നത് ഇതൊരു ടാറ്റു ടിപ്പാണ്. നമ്മൾ നീഡിൽ യൂസ് ചെയ്യുന്ന നീഡിൽ ഇതിനകത്തൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. നമ്മളതുപോലെ തന്നെ ഇങ്കിൽ മുക്കുമ്പോൾ ഇങ്ക് സ്റ്റോർ ആകുന്നത് ഇതിൻ്റെ ടിപ്പിനകത്താണ്. ഈ ടിപ്പിനകത്ത് ഇങ്ക് സ്റ്റോർ ആയതിനു ശേഷം നമ്മൾ ഒരാളുടെ ബോഡിയിൽ വരയ്ക്കുമ്പോൾ അവരുടെ ബോഡിയിലെ ബ്ലഡ് കണ്ടൻറ്റ് ഈ ടിപ്പിനകത്തേക്ക് വരും. ഈ ടിപ്പിനകത്തേക്ക് വരുന്ന ബ്ലഡ് കണ്ടൻറ്റ് നമ്മൾ ടാറ്റു ചെയ്യുന്ന ആളുടെ ബ്ലഡ് കണ്ടൻ്റ് ആയിരിക്കും. ഈ ബ്ലഡ് കണ്ടൻറ്റ് ഉള്ള ഈ ടിപ്പ് നമ്മളിത് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ലോക്കലായിട്ട് ചെയ്യുന്ന ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ മെഷീനിൽ ഇങ്ങനൊരു ടിപ്പ് നമുക്ക് ഊരിയെടുക്കാനോ അത് കളയാനോ സാധിക്കില്ല. അപ്പോൾ ഒരാളുടെ ടാറ്റു ചെയ്ത ബ്ലഡ് കണ്ടൻറ്റ് ഈ ടിപ്പിനകത്ത് ഉണ്ടാവും. ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നെക്സ്റ്റ് ടാറ്റു ചെയ്യാൻ വരുന്ന ആളെ ടാറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അസുഖം, ഇൻ കേസ് HIV-യോ HBsAg-യോ അതുപോലെ ഭീമാകരമായ അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ടിപ്പ് ചേഞ്ച് ചെയ്യാത്ത
സ്ഥലങ്ങളിൽ പോയി ടാറ്റു ചെയ്യാതിരിക്കുക. 2, ഇതൊരു ഇങ്ക് കപ്പാണത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ക് ഒഴിച്ചതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ക് എടുക്കുക. ഈ ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യുക. ഈ ടാറ്റു ഇങ്കിലേക്ക് നമ്മൾ നീഡിലിൻ്റെ ടിപ്പ് മുക്കുമ്പോൾ ഓൾറെഡി ആ ക്ലയൻറ്റിൻ്റെ ഇങ്കിൻ്റെ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഈ കപ്പിനകത്തേക്ക് വരും. ഈ കപ്പിനകത്ത് തന്നെ വേറൊരാൾക്ക് ടാറ്റു ചെയ്യുന്ന സമയത്തും അവരുടെ ടിപ്പും ഇതിലേക്ക് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്ത് ഉള്ള ബ്ലഡ് കണ്ടൻറ്റ് രണ്ടാമത്തെ ടാറ്റു ചെയ്യാൻ വരുന്ന ആൾക്ക് ഫസ്റ്റ് ടാറ്റു ചെയ്ത ആൾക്കുള്ള അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയാൾക്കും രണ്ടാമത് ചെയ്യുന്ന ആൾക്കും വരും. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കപ്പും നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ഉപയോഗിച്ച കപ്പ് നമ്മൾ രണ്ടാമത് വേറെ ആൾക്ക് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ പുറത്ത് റോഡ് സൈഡിലിരുന്ന് ടാറ്റു ചെയ്യുന്ന ഒരാൾ ഇങ്ക് എടുക്കുന്നത് ഒറ്റ ഡബ്ബയിൽ നിന്നായിരിക്കും. ഒരു ഡബ്ബയിൽ നിന്ന് ഒരാൾക്കായാലും 100 പേർക്കാണെങ്കിലും സിംഗിൾ ഡബ്ബയിൽ നിന്ന് ഇങ്ക് എടുത്തിട്ടാണ് അവർ ടാറ്റു ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്ന എല്ലാവരുടെയും ബ്ലഡ് കണ്ടൻറ്റ് ആ ഇങ്കിനകത്തുണ്ടാവും. അപ്പോൾ അതും അസുഖം വരുത്തി വയ്ക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുപോലെ ഇവരാരും തന്നെ ഹാൻഡ് ഗ്ലൗ യൂസ് ചെയ്യാറില്ല. ഹാൻഡ് ഗ്ലൗ യൂസ് ചെയ്യാത്തത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ എന്തായാലും മുറിവുണ്ടാവും, അതിനകത്ത് ബ്ലഡ് വരുന്നത് അവരുടെ കയ്യിലുണ്ടാവും. ഇൻ കേസ് ആ ചെയ്യുന്ന ആൾക്കൊരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വരാം. ബാക്കി എല്ലാം ശ്രദ്ധിച്ചാലും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോഴും അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സേഫായിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ടാറ്റു നീഡിൽ നമ്മൾ ഒരാൾക്ക് ഒരു നീഡിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റോഡ് സൈഡിലിരുന്ന് ടാറ്റു ചെയ്യുന്ന ആളും ഒരു നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ നീഡിലും ഈ നീഡിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ആ നീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിലൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിരിക്കില്ല. ഇത് വളരെ ഷാർപ്പായതും ഇതിന് ഓരോ നമ്പറുകളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നത്. ഇപ്പോൾ വലിയ കട്ടി കൂടിയ ലൈനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കട്ടി കൂടിയ നീഡിൽസാണ് യൂസ് ചെയ്യുക. ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വേറെ വലിയ അസുഖങ്ങൾ നിങ്ങളറിയാതെ തന്നെ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ സേഫായിട്ട് ടാറ്റു ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടാറ്റു ഇപ്പോൾ റിമൂവ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ലേസർ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ കുറേ ടിപ്സ്, ഓരോ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റു റിമൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഓരോ ടിപ്പൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വെറും ഫേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ സേഫായിട്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ലേസർ റിമൂവൽ തന്നെയാണ് വളരെ നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ടാറ്റുവിൽ വേറെ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇത് ടാറ്റുവിൻ്റെ തന്നെ കാട്രിഡ്ജ് ടൈപ്പാണ്. 2 ടൈപ്പ്. ഈ കാട്രിഡ്ജ് നീഡിലാണെങ്കിലും ഡിസ്പോസിബിളാണ്. സിംഗിൾ ടൈം യൂസ് ചെയ്യുന്ന നീഡിൽസാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ടാറ്റു ചെയ്യുക. ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. ചെയ്യുന്ന ടാറ്റൂസ് നല്ല രീതിയിൽ ആലോചിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നല്ല ടാറ്റൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആരും തന്നെ